ലോഡ് ഇറക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കാത്തിരിപ്പ് തുടരുകയാണ്. Yeah. Look. I never see that. Oh shit. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലത്തെ വീഡിയോ കാണുമ്പോഴത്തേക്ക് ന്യൂബർഗിൽ നിന്ന് ലോഡ് എടുത്തിട്ട് കിടക്കുവാണല്ലോ. ന്യൂയോർക്കിൽ നിന്ന് നമ്മൾ പോയില്ല. ലോഡ് എടുത്തിട്ട് നമ്മൾ ലോഡ് എടുത്ത വെയർ ഹൗസിൻ്റെ തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്ത് കിടന്നു, നമ്മുടെ ടൈം റീസെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം ഏകദേശം 6:15 പോകുന്നു. നമ്മുടെ റീസെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പയ്യെ വണ്ടി എടുത്ത് പോവാം. അതേപോലെ നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് മൊത്തത്തിലൊന്ന് നടന്ന് നോക്കിയേക്കാം എല്ലാം ഓക്കെ അല്ലേ എന്ന്. നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ടോ, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, നല്ല നിറയെ ആവിയല്ലായിരുന്നു. നമുക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ആ ലൗസിൽ നിർത്തിയിട്ടൊന്ന് കുളിക്കണം. ഈ വണ്ടി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ, അതൊരു എങ്കോണിച്ചാണ് കിടക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ട് കിടക്കുന്നതാണോ? In 200 meters, make a sharp left turn on First Street. നമ്മുടെ ആ പ്ലെയിൻ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഇനിയപ്പോൾ അത് വല്ലവരുടെയും പ്രൈവറ്റ് കാർഗോ ഡീൽ ചെയ്യുന്നവരുടെ ഇല്ല പ്രൈവറ്റ് കാർഗോ പ്ലെയിൻ ആണോ എന്നറിയില്ല. എന്തായാലും അടുത്ത വരവിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാം. എന്നാലും എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. ഞാനിപ്പോൾ തിരിച്ചിറങ്ങുമ്പോഴാണ് അത് അവിടെ കിടപ്പുണ്ടല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ എന്ന് ഓർത്തത്. നമ്മളിപ്പോൾ തിരിയുന്ന ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഒരു വല്ലാത്ത ലെഫ്റ്റ് ഹാൻഡ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്താൽ നമ്മുടെ റൈറ്റ് സൈഡിലെ പാസഞ്ചർ സൈഡിലെ മിററിൽ കൂടെ അതുവഴി വണ്ടി വരുന്നുണ്ടെന്ന് കാണാൻ പറ്റിയല്ല. അത് ഒരു പ്രത്യേക രീതി വളഞ്ഞ് ആ ഒരു രീതി ഇരിക്കുന്നതാണ്. ആ ഏരിയ എത്തുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ബട്ടർഫ്ലൈ ഹൂക്കിയിട്ട് കാണാൻ പാകത്തിന് ഞാൻ ഏങ്കോണിച്ച് നിർത്തും. ആദ്യത്തെ പ്രാവശ്യം അതറിയാൻ പാടില്ലാത്ത കാരണം വലിയ പാടായിരുന്നു വണ്ടി എടുത്ത് പോരാ. ഇനി എങ്ങാനും അബദ്ധത്തിൽ നമ്മൾ വണ്ടി എടുത്ത് അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ ചുമ്മാ നാട്ടുകാരുടെ തെറിവിളിയായിരിക്കും. കണ്ട ഇന്ത്യക്കാരന്മാർക്കൊക്കെ വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലാതെ ഇറങ്ങിയേക്കാന്നുള്ള രീതിയിൽ. പറയണ്ട. International Boulevard. അമ്മേ മാതാവേ, ഞായറാഴ്ച കേട്ടോ. ഞായറാഴ്ച വെളുപ്പിനെ പള്ളിയിൽ പോണവരുടെ തിരക്കായിരിക്കും ഇത്. എന്തായാലും രാവിലെ നല്ല അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. നിങ്ങൾ ആ ഹോട്ട് എയർ ബലൂൺ പൊങ്ങിയത് കണ്ടോ? അവിടെ ഹോട്ട് എയർ ബലൂൺ പറക്കുന്നുണ്ട്. കൊള്ളാം, നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. എന്തായാലും മോളിൽ തേണ്ട നമുക്ക് കിടിലനാ കേട്ടോ. നിറയെ കോടയൊക്കെ നിറഞ്ഞ് നോക്കിക്കേ, മൗണ്ടൻസിൻ്റെ ഇട കോടയൊക്കെ നിറഞ്ഞേക്കുന്നത്. അടിപൊളി. നമ്മൾ വയനാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും മറ്റേ വയനാടൻ മലകളിലൊക്കെ നല്ല കോട നിറഞ്ഞിട്ട് നമ്മൾ ചില സമയത്ത് ഇങ്ങനെ കടന്നു പോകില്ലേ, പ്രത്യേകിച്ച് രാവിലെകളിലൊക്കെ. അതേ ഫീലിംഗ് കേട്ടോ.
at Love's Travel Stop. നമ്മുടെ ലൗസിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ ലൗസ് എത്തി കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും നിർത്തി ഒരു ഷവർ എടുക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം. അങ്ങനെയാണ് ഒന്ന് ഫ്രഷ് ആവും രാവിലെ. എന്തായാലും നല്ലൊരു കുളിയെല്ലാം പാസ്സാക്കി നമ്മൾ വണ്ടി എടുത്ത് തേണ്ട ഇപ്പോൾ സൈറാക്കോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണേ. സ്ഥലത്തെത്തി. നിറയെ കൺസ്ട്രക്ഷനാണ്. ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ 81 എന്ന് പറയുന്ന ഒരു ഹൈവേയിലാണുള്ളത്. നല്ല ചില പഴയ കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു ഇച്ചിരി ഓൾഡൻ ടൗൺ ആണെന്ന് തോന്നുന്നു സൈറാക്കോസ്. ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. നമ്മൾ സാധാരണ ഇതിൽ ന്യൂബർഗിലേക്ക് പോകാൻ നേരത്ത് മാത്രമാണ് ഈ റൂട്ടിൽ കൂടെ വരാറ്. അല്ലെങ്കിൽ നമുക്ക് ഈ റൂട്ടിൽ കൂടെ വരേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പം വല്ലപ്പോഴും വരുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ റോഡുകളെക്കുറിച്ചും കെട്ടിടങ്ങളെക്കുറിച്ചും കഥകളെക്കുറിച്ചും ഒന്നും നമുക്ക് വലിയ അറിവില്ല. ന്യൂയോർക്കിൽ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ വല്ലതൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വീഡിയോയിൽ നമുക്കതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കാം. അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ വേണ്ട ബഫലോയിൽ എത്തി കേട്ടോ. നമുക്ക് 35 കിലോമീറ്ററും കൂടെ ബോർഡറിലേക്കുള്ളൂ. വെതർ നല്ല വെതറാണ്, 30 ഡിഗ്രി സെൽഷ്യസ്, അടിപൊളി. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്ന ബോർഡർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വീൻസ്റ്റൺ ലിവിസ്റ്റൺ ബ്രിഡ്ജില്ലേ. ഈ ഇടയ്ക്ക് നമ്മൾ ന്യൂയോർക്ക് വരുമ്പോഴൊക്കെ നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും ഈ ക്വീൻസ്റ്റൺ ലിവിസ്റ്റൺ ആണല്ലോ നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ബൈ ദ വേ, നിലവിലുള്ള അമേരിക്കയും കാനഡയും തമ്മിലുള്ള ആ ഒരു ക്രോസിങ്ങിന് വേണ്ടിയിട്ടുള്ള ബോർഡർ ക്രോസിങ്ങിന് വേണ്ടിയിട്ടുള്ള പാലങ്ങൾ കൂടാതെ നമുക്ക് പുതിയൊരു പാലം, ഗോഡി ഹോവ് ഇൻ്റർനാഷണൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പാലം, നല്ല കിഡിലം പാലമാണ് കേട്ടോ. ഇത് പണിതിട്ടുണ്ടായിരുന്നേ. നിങ്ങൾ ഈ ഇൻ്റർനാഷണൽ ന്യൂസ് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ പാലത്തിനെക്കുറിച്ചും റീസെൻ്റ്ലി അതിനെക്കുറിച്ച് വന്ന കോൺട്രവേഴ്സിനെ കുറിച്ചും ഒക്കെ ശ്രദ്ധിച്ച് കാണും. ആ പാലം പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ അത് ക്രോസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. കാരണം അതിൻ്റെ ടോളും മറ്റ് പല കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി അത് കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വേണം മിക്കവാറും നമ്മുടെ കമ്പനി അങ്ങോട്ട് പോകാൻ സാധ്യതയുള്ളൂ. ഇന്നിപ്പം ഞായറാഴ്ചയാണ്. ഇപ്പം ഞായറാഴ്ച നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കും അല്ലെ ഉച്ച കഴിയുമ്പോഴത്തേക്ക് യാടെത്തും. അത് കഴിഞ്ഞ് അടുത്ത ന്യൂയോർക്ക് ട്രിപ്പ് അടുത്ത ന്യൂയോർക്ക് ട്രിപ്പ് നമ്മൾ പോയാൽ നാളെ വൈകിട്ട് സംവേർ അല്ലെ നാളെ കഴിഞ്ഞ് വെളുപ്പിനത്തേക്കായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ ദേവസ്യാച്ചൻ ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്യാമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചത്തെ ഓട്ടം എങ്ങനെയായിരിക്കും, ഇനി അടുത്ത ന്യൂയോർക്ക് ട്രിപ്പ് ഉണ്ടായിരിക്കുമോ? കാരണം ബുധനാഴ്ച കാലിഫോർണിയക്ക് പോകണം എന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ ഒരു ട്രിപ്പ് കാണിയല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില എന്നാ പറയുന്നത് കൺഫ്യൂഷൻസ് എയറിൽ നിലനിൽക്കുന്ന ഒരു സമയമാണ്. എന്തായാലും ഈ ആടി ചെല്ലുമ്പോൾ അറിയാം എന്തായിരിക്കും പ്ലാനെന്ന്. ഒന്നെങ്കിൽ നമുക്കൊരു കാലിഫോർണിയ ട്രിപ്പ് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ആഴ്ച ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഷോർട്ട് ട്രിപ്പ് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. ഒരു 3 ദിവസത്തെയോ 4 ദിവസത്തെയോ ഷോർട്ട് ട്രിപ്പ് വല്ല. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് നയാഗ്ര ഫോൾസ് കാണാൻ പോകുന്നവരുടെ തിരക്കായിരിക്കും റോഡ് നിറയെ. നമ്മുടെ ഇന്നലത്തെ മഴയൊക്കെ കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇത് എന്താ ആവിയാ, ഇത് ഭയങ്കര ആവിയാണല്ലോ മറ്റേ മറിച്ചാന്നൊക്കെ പറഞ്ഞു. ടെമ്പറേച്ചർ ഏകദേശം 30-ന് മുകളിലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇന്നിപ്പം 30 കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ച്, ഇന്നിപ്പം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഒരു 2 മാസം അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വിൻ്ററായി. അതിലും എത്രയോ ഭേദമായി ഈ ചൂട്. അപ്പം എപ്പോഴും അക്കരപ്പച്ചാന്ന് നമുക്കൊന്നുമില്ല. ചൂടാണ് ഒടുക്കത്തെ ചൂട്, തണുപ്പാണ് ഒടുക്കത്തെ തണുപ്പ്. നമ്മളൊരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല എന്നുള്ള ഒരു തോന്നുന്നു. ഒരു അടിപൊളി കോർവറ്റാണല്ലോ. അപ്പം ആ ഭയങ്കര ഡീപ്പായിട്ടുള്ള വിൻ്ററിനേക്കാളും എത്രയോ ഭേദമാണ് ഈ ഒരു ചൂടല്ലേ. അതുകൊണ്ട് നോ കംപ്ലൈൻറ്റ്സ്. എന്തായാലും നമ്മൾ ബോർഡറിൻ്റെ കാഴ്ചകളിലേക്ക് എത്തി കേട്ടോ.
നമ്മളെ ഗോഡിയോ പാലം അടിപൊളിയായിട്ട് അവർ കിടിലനായിട്ട് പണിതേക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും മനസ്സിലായി ഒന്ന് ബെറ്ററാക്കി, ഇല്ലെന്നുണ്ടെങ്കിൽ കച്ചവടം മുഴുവൻ അങ്ങോട്ട് പോകുന്നു. കാരണം ഒടുക്കത്തെ ടോളല്ലേ ഈ ടോള്, ഈ ബ്രിഡ്ജുകളെല്ലാം മേടിക്കുന്നതേ. അതുകൊണ്ട് എല്ലായിടത്തും ഒന്ന് പുതുക്കി പണിയുന്നുണ്ട്. മൊത്തത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും പുതുക്കി പണിയുന്നുണ്ട്, ആൾക്കാരും ഒന്ന് ബെറ്റർ ആവുന്നുണ്ട്. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിലേ ജോലിയുള്ളൂ. ഇതൊന്നും ഇല്ലാത്തപ്പോഴത്തേക്കും ഭയങ്കര അഹങ്കാരം ഇവർക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞായറാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു കാറുകാരുടെ ഭയങ്കര തിരക്കാണ് ബോർഡറിലേക്ക് കേട്ടോ. കാരണം ഞാൻ അമേരിക്കൻ നയാഗ്രയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാനഡ സൈഡിൽ നിന്നുള്ള അത്രയും ഒരു ഹൈപ്പ് കണ്ടിട്ടില്ല. ശരിക്കും നമ്മുടെ കാനഡ സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ കാനഡ അല്ല, Arriving at Queenston-Lewiston Bridge on the left. നമ്മുടെ കാനഡ സൈഡ് എന്ന് പറഞ്ഞാൽ നയാഗ്ര ഏരിയ എന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്. Good afternoon, officer. How long you been gone? I left day before yesterday. Did you buy anything? No, officer. Thank you. അടിപൊളി. ബോർഡർ സ്മൂത്തായിട്ട് ക്ലോസ് ആയി. പുള്ളിയാണേലും പണിയൊന്നും ഇല്ലാതെ ഇരിക്കുമായിരുന്നു. ഇന്ന് ട്രക്കുകളെല്ലാം ഭയങ്കര കുറവല്ലേ. എന്ത് പറ്റിയോ എന്തോ, ട്രക്കുകാർ ആരെങ്കിലും ഒക്കെ കാണാണല്ലോ. സംഭവം വേറൊന്നുമില്ല. ഈ ന്യൂയോർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ട്രിപ്പ് ഓടുന്ന ട്രിപ്പുകളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ആരും ഇറങ്ങിയല്ല. തിങ്കളാഴ്ച രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ പോയി ഡെലിവറി ചെയ്ത് പിക്കപ്പ് എടുത്ത് തിങ്കളാഴ്ച വൈകിട്ടത്തേക്ക് വരാൻ പറ്റുന്ന രീതിയിലുള്ള ഓട്ടേ ഉള്ളൂ ന്യൂയോർക്കേ. അതുകൊണ്ട് ന്യൂയോർക്ക് ഓടുന്നവരാരും ഇറങ്ങിയിട്ടില്ല. നമ്മളെപ്പോലെ കാലിഫോർണിയക്കാരാണല്ലോ 2, 3, 4 ദിവസമൊക്കെ നോക്കി ഇറങ്ങുന്നത്. ഇനി നമുക്ക് അടുത്ത മേജർ ഒരു കടമ്പയുള്ളത് ഇവിടുത്തെ ടോളാണ്. ഈ സാധനം പൊങ്ങോ ഇല്ലയോ എന്നുള്ളത് തമ്പുരാന് മാത്രം അറിയാം. Hi, does the Easy Pass work here? Do you have it? Sometimes it doesn't work. Last time it didn't work. That's why I didn't take a chance. Okay, so you probably have to pay because you need the transponder. Oh, okay. You have one? Yeah, we have one. On the license plate? No, License plate we don't do. no. It's actually this box here. Oh, let's see. It didn't work last time. There you are. Have a good one. You too. Thank you. പൈസ ഇല്ലെന്നാണ് അവർ പറയുന്നത്. കാരണം ഇത് മെഷീൻ ഊരി അവിടെ നമ്മുടെ ഈ ട്രാൻസ്പോണ്ടർ അവിടെ ഊരി വർക്ക് ചെയ്യിപ്പിച്ചിട്ട് വർക്ക് ചെയ്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കാർഡ് കൊണ്ട് പേ ചെയ്തു. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ടോൾ പാസേ മാത്രം ഇത് വർക്ക് ചെയ്യല, ബാക്കി എല്ലായിടത്തും വർക്ക് ചെയ്യും. അതാണ് അതിനെ നമുക്ക് കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന സാധനം. കാരണം ഇത് വർക്ക് ചെയ്യല, പൈസ ഇല്ലാത്തതാണ് എങ്ങും വർക്ക് ചെയ്യരുതല്ലോ. ഇന്നാളെ നമ്മൾ ഇതുവഴി വന്നപ്പോഴത്തേക്കും നമ്മളിതുപോലെ വർക്ക് ചെയ്തില്ല. അപ്പോൾ കമ്പനി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അത് ഇവിടുത്തെ എന്തോ ഒരു പ്രശ്നമുണ്ട്, ടെക്നിക്കൽ ഇഷ്യൂ ആണ്, മറ്റേ ഇതിൻ്റെ കമ്പനിക്കാർക്ക് മെസ്സേജ് അയക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ കാനഡയിലേക്ക് കയറി, ഒൻറ്റാറിയോയിലേക്ക് കയറി, നമ്മുടെ ക്രെഡിറ്റ് കാർഡും കൊണ്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു. പിന്നീട് നമ്മുടെ പേയ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഈ പൈസ റീഇംബേഴ്സ് ചെയ്യും. സമയം 3:15 നമ്മൾ വേണ്ട മിസ്സിസാഗ എത്തി. മിസ്സിസാഗയിൽ നിന്ന് 50 കിലോമീറ്ററേ നമുക്ക് ബോൾട്ടണിലേക്ക് നമ്മുടെ യാർഡിലേക്കുള്ളൂ കേട്ടോ. ഇവിടം വരെ സ്മൂത്തായിട്ട് നമ്മൾ എത്തി. പക്ഷെ വേണ്ട എന്തോ ആക്സിഡൻ്റ് ഉണ്ട് മുമ്പിൽ. ഒരു 6 മിനിറ്റ് കൺജഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. എന്ത് കിടില ഫ്രെയിമാ അല്ലേ.
നല്ല ആകാശമാണെങ്കിലും നല്ല സൂപ്പർ. ടെമ്പറേച്ചർ 31 ഡിഗ്രി, പെർഫെക്റ്റ്. ഓ, നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട് കേട്ടോ. ഏതോ ഒരു വണ്ടി ഇടിച്ചതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇടിച്ചതാണോ ബ്രേക്ക് ഡൗൺ ആണോ? ഇല്ല, ബ്രേക്ക് ഡൗൺ ആണെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, അതാണ് ഇത്രയും നേരം ബ്ലോക്ക് ഉണ്ടായത്. എന്ത് ചെയ്യാം അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. ബ്രേക്ക് ഡൗൺ ഒന്നും നമുക്കൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. അത് എന്നാന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മളൊക്കെ ഈ സ്ഥിരം റോഡിലുള്ളതുകൊണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം റോഡിൽ ഓരോ മനുഷ്യനും ഫേസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുമേ. അത് ഇപ്പോൾ ഒരു കാറുകാരനായതുകൊണ്ട് നമുക്ക് അതായത് ഒരു ട്രക്കെങ്ങാനും ഒരു ഇച്ചിരി സ്ലോയിൽ പോവുമോ, ഒന്ന് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റർ ഇടുവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവൻ സ്ലോ ആവുമെന്ന് പറഞ്ഞുകൊണ്ട് കുത്തിക്കയറ്റുന്നതായിരിക്കും ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം. പറഞ്ഞിട്ട് കാര്യമില്ല. ഹീസ് ഹാവിങ് എ ബാഡ് ഡേ എന്ന് ആലോചിച്ച് അവൻ്റെ ഫാമിലി നിറയെ ആ കാറിൻ്റെ അകത്തുണ്ട്. അവർ വീക്കെൻഡ് ആഘോഷിക്കാൻ സായഗ്ര പോയതോ എവിടെയെങ്കിലും പോവുകയായിരിക്കാം. എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഒരു കാർ ബ്രേക്ക് ഡൗൺ ആവുന്നതിലൂടെ കോസ് ആവുന്നത് അല്ലേ? നമ്മളിപ്പം മിസിസാഗ ഡൗൺ ടൗണിനോട് എത്തി കേട്ടോ. നമ്മുടെ മുമ്പിൽ മിസിസാഗയുടെ അമ്പരചുംബികളാണ് കാണുന്നത്. നമ്മുടെ കാറ് ബ്രേക്ക് ഡൗൺ ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, കാറുകാരെ നമ്മളെ മറ്റേ രീതിയിലാണ് കാണുന്നത്. ഒന്ന് ബ്രേക്ക് ഡൗൺ ആവുമോ, ട്രാഫിക് എന്തെങ്കിലും ഒരു ഇച്ചിരി ഡിലേ ആവുമോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു പണ്ട് നമ്മൾ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടി ഫോർട്ടണിൽ ട്രക്ക് കേട്ടോ, അത് ഫോർട്ടൺ എന്ന് പറയുന്ന ഭയങ്കര ഫോർട്ടൺ അല്ല 401 എന്ന് പറയുന്ന ഒരു ഹൈവേയിൽ ഇതുപോലത്തെ മിസിസാഗ ഏരിയ വെച്ചിട്ട് നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഭയങ്കര ഓരോ ഒച്ച ഇങ്ങനെ കൊടോടോ എന്ന് പറഞ്ഞ് വന്നിട്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാവാതെ പെട്ടെന്ന് വണ്ടി നമ്മൾ നിർത്തി. വണ്ടി കംപ്ലീറ്റ് സ്റ്റോപ്പിലേക്ക് വന്നു. അപ്പോൾ ആ കംപ്ലീറ്റ് സ്റ്റോപ്പിലേക്ക് വരാൻ നേരത്ത് പൂർണ്ണമായിട്ടും നമുക്ക് മെർജ് ചെയ്ത് ഷോൾഡറിലേക്ക് മാറ്റിയിടാൻ പറ്റിയില്ല. കുറച്ച് ഭാഗം ലെയിൻ്റെ അകത്ത് തന്നെ കിടന്നു, റൈറ്റ് ലൈനിൽ. അപ്പോൾ ആ ഒരു ലൈൻ ബ്ലോക്ക് ആയല്ലോ. എൻ്റെ പൊന്നെ, അന്ന് ആ ഏരിയ കൂടെ പോയമാരെല്ലാം തെറിവിളിയായിരുന്നു നമ്മളെ. ഓണടിക്കുന്നു, ഓണടിയോട് ഓണടി. ഇവിടെ ഓണടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറിവിളിക്ക് തുല്യമാണെന്നറിയാമല്ലോ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ആ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്നതിന് അയാൾ എന്ത് ചെയ്യാനാ? നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ വണ്ടിയുടെ ടെക്നിക്കൽ ഇഷ്യൂസേ. അപ്പോൾ അത് ബ്രേക്ക് ഡൗൺ ആയാൽ നമ്മൾ നാച്ചുറലി ബ്രേക്ക് ഡൗണിൻ്റെ റെസ്ക്യൂ ടോ ട്രക്കിനെ വിളിച്ച് അവർ വന്ന് നമ്മളെ ടോ ചെയ്യുന്നോടം വരെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ആ വണ്ടിക്കകത്തിരുന്ന് ഈ നാട്ടുകാരുടെ തെരുവുകൾ മുഴുവൻ സഹിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ ആ കാറുകാരനെ അവിടെ കിടന്നപ്പോഴത്തേക്കും നമ്മൾ ആരും ഒന്നും ചെയ്തില്ല. വി അണ്ടർസ്റ്റാൻഡ് ഇത് നടക്കുന്ന സംഭവമാണെന്നുള്ളൊരിതേ. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാത്തവർ ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. ഇന്ന് ഞാൻ നാളെ നീ, നമ്മളെല്ലാം റോഡിലുള്ള ആൾക്കാരാണെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ എപ്പോഴേലും നമുക്ക് റോഡിൽ സ്റ്റക്കാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ആരും ഇതൊന്നും മനഃപൂർവ്വം മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഒരു ഇച്ചിരി ഒന്ന് ക്ഷമ കാണിച്ചും. ഇപ്പം നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും പോകാൻ പോകുന്ന അപ്പോയിൻമെൻറ്റിന് ഒരു ഇച്ചിരി ലേറ്റ് ആവുന്നതായിരിക്കാം. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് എത്രമാത്രം മാനസിക സംഘർഷത്തിൽ കൂടെ ആയിരിക്കും അയാൾ കടന്നു പോകുന്നത്. അതൊക്കെ ഒന്ന് ചിന്തിച്ച് അതിനനുസരിച്ചൊന്ന് പെരുമാറി ഓണടിക്കാതെ തെറി വിളിക്കാതെ സൈഡിൽ കൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ എന്നാന്നാ പറയുന്നത്, നമ്മൾ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ കർമ്മ ഇറ്റ് വിൽ കം ബാക്ക് ടു അസ് ടു. അതായത് നമുക്കും സമാധാനം ഉണ്ടാകുന്നില്ല നാളെ നമ്മളും റോട്ടിൽ കിടക്കുമ്പോഴത്തേക്കും. നമ്മളെവിടെ പോയാലും തിരിച്ച് വീട്ടിലെത്താൻ നേരത്ത് നമ്മുടെ സ്വന്തം ജംഗ്ഷൻസൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ. അതുപോലെയാണിത് ഈ ഒരു ബ്യൂട്ടിഫുൾ ചില കർവുകളൊക്കെ കേട്ടോ. നമ്മൾ 401 നിന്ന് 427 കയറി നമ്മൾ കഷ്ടിച്ചൊരു 15 അല്ലെങ്കിൽ 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ ബോൾട്ടനെത്തും. പക്ഷേ നമ്മുടെ ഈ ടൊറൻറ്റോ എയർപോർട്ടിനോട് അടുത്തുള്ള ഈ ചില കർവുകളും റാമ്പുകളും കെട്ടിടങ്ങളും അതിൻ്റെയൊക്കെ ഒരു പ്രൈവറ്റ് ജെറ്റ് വന്നിറങ്ങുന്നു കണ്ടോ. അപ്പോൾ നാളെപ്പോൾ വന്നാലും ഏതെങ്കിലും ഒരു വിമാനം ഇവിടെ ടേക്ക് ഓഫോ അല്ലെങ്കിൽ മിക്കവാറും ലാൻഡിങ് ആയിരിക്കും കേട്ടോ. കാരണം ടേക്ക് ഓഫ് അപ്പുറത്തെ സൈഡിൽ നിന്ന് അങ്ങോട്ടായിരിക്കും പോകുന്നത്. നമ്മുടെ നേരെ ഈ റോഡിൻ്റെ മുകളിൽ കൂടെയാണ് ലാൻഡിങ്ങിനുള്ള വണ്ടികൾ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. അപ്പം അടിക്കടി എല്ലാ 3 മിനിറ്റും അല്ല 4 മിനിറ്റിലും ഒരു വിമാനം പൊങ്ങുകയോ ഇറങ്ങുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളെല്ലാം നമ്മളെ എന്നാന്ന് പറയുന്നത് വെൽക്കമിങ് ഹോം എന്നുള്ളൊരു രീതിയിൽ
നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ഈ 5 ദിവസത്തെ 6 ദിവസത്തെ കാലിഫോർണിയ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മളെ എൻഡിങ് യാർഡിലെത്തുന്നതിന് മുമ്പുള്ള കുറച്ച് ഷോട്ടുകൾ ഇവിടുത്തെ ആയിരിക്കും. മിസിസാഗ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ഇന്ന സമയത്തിന് യാടെത്തും എന്നൊക്കെ പറഞ്ഞ് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മെസ്സേജിനൊന്നും ഒരനക്കവും ഇല്ല. വിച്ച് മീൻസ് മറ്റൊരു ട്രിപ്പ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മെസ്സേജിനൊക്കെ ഒരു അനക്കം കണ്ടേനെ. ട്രിപ്പില്ല കേട്ടോ, ട്രിപ്പില്ല. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. ട്രിപ്പിന് പോയാൽ പൈസ കിട്ടും, ട്രിപ്പില്ലെങ്കിൽ വീട്ടിൽ പോവാം, ഫാമിലിയുടെ കൂടെ ഇരിക്കാം, എഡിറ്റ് ചെയ്യാം, ബാക്കി പരിപാടികളും നോക്കാം. മറ്റൊരു ട്രിപ്പില്ലാത്ത സ്ഥിതിക്ക് ഇവിടെ ചടഞ്ഞുകൂടി ഇരിക്കുന്നതിൽ ഒരർത്ഥമില്ല. എന്നാൽ പിന്നെ വീട്ടിൽ പോകാൻ നോക്കാം. വെറുതെ 3-4 ദിവസത്തെ എക്സ്ട്രാ ഫുഡും എടുത്തുകൊണ്ട് വന്നു കേട്ടോ. നമ്മളോട് 2 ന്യൂയോർക്ക് ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഇറങ്ങിയത്. 5 ദിവസത്തെ ഫുഡ് അതിൽ ജസ്റ്റ് ഒരു ദിവസം പോയി ഒന്ന്. അതായത് എനിക്ക് തോന്നുന്നു ലോക്കൽ ചെയ്താൽ പ്രശ്നം പറ്റിയത്. നോ വറീസ്, ഇറ്റ്സ് ഓക്കെ, ഫാമിലി ടൈം തന്നെയല്ല. 2 ദിവസം കഴിഞ്ഞ് ദേവസ്യാച്ചൻ്റെ കൂടെ ട്രിപ്പ് പോവാം. അങ്ങനെ നമ്മുടെ ട്രിപ്പ് എല്ലാം ചെയ്യുമായിരുന്നു കേട്ടോ. നമ്മൾ ആകെ കൂടി നമ്മളെ ലോക്കൽ ഓടിയതിന് നമുക്ക് അവർലി പേയ്മെൻറ്റാണ് കിട്ടുന്നത്. അതുകൂടാതെ നമ്മളിപ്പോൾ ട്രിപ്പ് പോയേക്കണത് 978 മൈൽസ്. അതാണ് നമ്മൾ ടോട്ടൽ കവർ ചെയ്തിരിക്കുന്നത്. വെയിറ്റിംഗ് ടൈമിനൊന്നും കിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ക്യാമ്പിങ്ങിന് പോയ ടോബർമോറി ഇല്ലേ, അങ്ങോട്ട് ഈ ടൊറൻറ്റോ ഏരിയയിൽ നിന്ന് അങ്ങോട്ടുള്ള റൂട്ടാണ് നമ്മുടെ റോഡ് കേട്ടോ. അതുകൊണ്ട് തന്നെ സമ്മറായാൽ ഭയങ്കര തിരക്കാണ്. ഈ പല സ്ഥലങ്ങളിൽ നിന്നെല്ലാം ടോബർമോറിക്ക് പോകുന്ന വെക്കേഷൻ മേക്കേഴ്സും ഈ വെക്കേഷന് പോകുന്ന വെക്കേഷൻകാരും ഈ ക്യാമ്പേഴ്സിൻ്റെ എല്ലാം തിരക്കുമായിരിക്കും. അതുകൊണ്ടാണ് ഈ സമയത്ത്, പ്രത്യേകിച്ച് ഇന്ന് വീക്കെൻഡും കൂടെ അല്ലേ, പോയവരൊക്കെ തിരിച്ചു വരുന്നതും എല്ലാമായിട്ടുള്ളൊരു തിരക്കാണ്. അപ്പോൾ നമ്മുടെ പിങ്കിമോനും നീനായും വീട്ടിലില്ല. അവരൊരു വാട്ടർ പാർക്കിൽ പോയേക്കുവാണേ. കാരണം ഇന്നിപ്പോൾ നമ്മൾ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നല്ലോ. നമ്മൾ 2 ന്യൂയോർക്കാണെന്നും പറഞ്ഞ് പോയതല്ലേ. അപ്പം ചൊവ്വാഴ്ച രാവിലെ വരുവുള്ളൂ എന്നും പറഞ്ഞ് പോയതാ. Hey, Hi. how was your vacation? Good. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? It was good. Did you have fun? Yeah, very tiring. അടിപൊളി. അപ്പം നമ്മുടെ പിങ്കാപ്പിൻ ന്യൂസും പുറത്ത് പോയേക്കുമായിരുന്നേ, പാർക്കിൽ പോയേക്കുമായിരുന്നെന്ന് പറഞ്ഞല്ലോ. ഒരു കിടില ഷോപ്പിംഗ് കൂടെ കഴിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. Yeah. So I'm not sure if you guys have seen you know those slides that have like the tube, right? And the ground underneath you just goes. You know those ones? Me, Mama, and Apu went on that. Okay. And it was crazy, psychiatric. ഇങ്ങ് വാ. ഒരു ഗ്രാവിറ്റി ഫോൾ എന്ന് പറഞ്ഞൊരു സാധനം നമ്മളെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിർത്തും. ചോട്ടിന്ന് ഗ്രൗണ്ട് അങ്ങ് പോകും, പിശുക്കൂന്ന് ഇങ്ങനെ താഴോട്ട്. എന്റെ പൊന്നു, മറ്റേ ഈ സ്പേസിന്റെ ഇത് ഈ പിങ്കിമോൻ അതിനകത്ത് കേറിയിട്ട് ആദ്യം 2 പ്രാവശ്യം കഥ കടച്ചു. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ വടക്ക് പറഞ്ഞ് കയറ്റി. പിങ്കിമോൻ ആദ്യം ഇങ്ങനെ നിക്കണമെന്നാ പറഞ്ഞവര്.
അതായത് എങ്ങനെ അതെ കാല് ഇങ്ങനെ വെച്ച് ഇങ്ങനെ. ഇതിങ്ങനെ ഇങ്ങനെ വെച്ച് ഒരു കൈ ഇങ്ങനെ പിടിച്ചു വെള്ളം ബുക്കിലോട്ട് അടിച്ചു കയറാതെ. വെള്ളത്തിലേക്കാണോ വീഴുന്നത്? പിന്നല്ലാതെ Yeah, you're just falling. ഇങ്ങനെ പിടിച്ച് കേട്ടോ. ഇവിടുന്ന് മാറ്റുന്നതാ. ആദ്യത്തെ സ്റ്റെപ്പ് സാധനം തുറന്നപ്പോ പിങ്കുമാൻ ഞാൻ പേടിച്ചിട്ട് പോന്ന ഇങ്ങനെ അപ്പു ബോധം പോയ പോലെ ഇങ്ങനെ കേട്ടോ. അപ്പൊ ഇങ്ങനെ നിപ്പോണ്ട് കറണ്ടടിച്ച പോലെ. ഞാൻ അതിനകത്ത് കേറി അങ്ങോട്ട് പോയി. എന്റെ കൈ അഴിഞ്ഞു പോയി ഇങ്ങനെ ഇങ്ങനെ വിടുന്നത്. എന്റെ തുണി അതിന്റെ ആ വലിയ കൈയുള്ള ഒരു ഇതില്ലേ സ്വിമ്മിങ് ഡ്രസ്, അത് കീറി. ഇത് കണ്ടോ മുട്ട്? ഓരഞ്ഞിട്ടോ? ചെറിയ ടണലാണോ? തുണി കീറി. ചെറിയ ടണലാണോ? ടണലല്ല, പക്ഷെ കൈ ഇങ്ങനെ നിക്കാതെ കൈ ഓക്കെ ഓക്കെ. ഇങ്ങനെ ഒരു കുഴലല്ലേ നേരെ താഴത്തേക്ക് അങ്ങ് വീഴുക, ഇങ്ങനെ. ഗുഹയിലേക്ക് വീഴുന്ന. Oh, and Papa. അപ്പൊ നമ്മള് നിക്കുന്ന കാലിന്റെ സാധനം ഇങ്ങനെ പ്ലക്ക് തുറക്കുക ശബ്ദം. So, പേടി. അവിടെ 10 പേരെ അവിടെ ഉള്ളൂ. എല്ലാരും പേടിച്ച് ആരും പോകുന്നില്ല അവിടെ. നല്ല രസമായിരുന്നു. അതാ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള റൈഡ്. ഇഷ്ടംപോലെ റൈഡ് ഉണ്ടായിരുന്നു. So just imagine you're sitting here just waiting because you know that the ground underneath you And it says 3, 2, 1.